നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും 24-ന്റെ മറ്റൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 5-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ്. മലയാള മാസം മിഥുനം 21. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞായറാഴ്ചയാണെങ്കിലും അതിൻ്റെ ആലസ്യം വാർത്തകൾക്കില്ല എന്ന് പറയേണ്ടി വരും. പ്രധാനമായും ഈ വിഴിഞ്ഞം തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ അത് കടുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ തുടർ പ്രതികരണങ്ങൾ ഇന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. അതെ, ഈ പറഞ്ഞതുപോലെ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാതം തന്നെയാണ്. എല്ലാ വാർത്തകളും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സർക്കാർ അറിയാതെ വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ ഓഹരി കൈമാറ്റം നടന്നതിൽ നിലപാട് കടുപ്പിക്കാൻ പ്രതിപക്ഷം. സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിൽ ഒത്തുകളിയാണ് എന്ന ആരോപണം ഉയർത്തി വിപുലമായ പ്രചാരണം നടത്താനാണ് തീരുമാനം. മുഖ്യമന്ത്രിയെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാകും ഈ പ്രചാരണം എന്നും അറിയുന്നു. റിനു ശ്രീധർ തിരുവനന്തപുരത്തും ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. റിനു, ഈ വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിലെ വിവാദം, അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കടുപ്പിക്കാനാണ് പ്രതിപക്ഷ നീക്കമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആരോപണം, അതിനെ മറ്റൊരു പ്രചാരണ ആയുധമാക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളൊപ്പം സർക്കാർ ഇനി എന്ത് നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്? അമൃത, ഗുഡ് മോർണിംഗ്. എന്തായാലും വിഴിഞ്ഞം ഓഹരി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കനത്ത പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് LDFന്റെ തീരുമാനം. ഇതിന് ഒരു നാന്ദി കുറിച്ചോ അല്ലെങ്കിൽ ആരംഭം കുറിച്ചോ എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നലെ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് MP ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തുകയും ചെയ്തത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രചരണം സംഘടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ നീങ്ങാൻ വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ LDF തീരുമാനിച്ചിരിക്കുന്നത്. ബ്രാഞ്ച് കേന്ദ്രങ്ങളിലടക്കം, ഏരിയ കേന്ദ്രങ്ങളിലടക്കം ഈ വിഴിഞ്ഞം പദ്ധതിയിലെ ഇടപെടൽ അല്ലെങ്കിൽ അദാനി കുത്തകയ്ക്ക് നൽകുന്ന ഒരു സാഹചര്യം വിഴിഞ്ഞത്തെ എന്നുള്ള ഉയർത്തിക്കാട്ടി, ആ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ LDF പ്രതിഷേധത്തിന് വേണ്ടി ഇറങ്ങുന്നത്. നമുക്കറിയാം, ഈ വിഷയം ഉയർന്നു വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് അതൃപ്തി അറിയിച്ചുകൊണ്ട് അദാനി പോർട്ട് ലിമിറ്റഡിന് ഒരു കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ കത്ത് നൽകിയതല്ലാതെ മറ്റൊരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നില്ല എന്നുള്ളതാണ് LDF ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗം ചേരേണ്ടതുണ്ട്. ഈ യോഗം ചേർന്നതിന് ശേഷമുള്ള ഒരു തീരുമാനവും എടുക്കുവാൻ വേണ്ടിയും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എംപവേർഡ് കമ്മിറ്റിയാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേരേണ്ടത്. പക്ഷേ അതൊന്നും തന്നെ ചേരുകയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടികളിലേക്ക് കടക്കുവാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് അത് ഏകദേശം ശരിയായ കാര്യവുമാണ്. ഇത്തരത്തിൽ വലിയൊരു വിവാദം ഉയർന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ അനുമതിയില്ലാതെ ഓഹരി വിറ്റതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു നടപടി എടുക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും കൃത്യമായി ഒരു പ്രതിഷേധം മുൻനിർത്തിക്കൊണ്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ LDF തീരുമാനിച്ചിരിക്കുന്നത്. പ്രജനാമൃത. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ഫ്രാൻസ് ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ Golcano in association with Mather Eagles FC, Kerala. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് ക്വാർട്ടറിൽ കടന്നിരിക്കുന്നു. എംബാപ്പയുടെ ഗോളിൽ പാരഗ്വേയാണ് മറികടന്നത്. കാനഡയ്ക്കെതിരെ മിന്നും ജയവുമായി മൊറോക്കോയും അവസാന 8-ലെത്തി. ക്വാർട്ടർ ലക്ഷ്യമിട്ട് ബ്രസീലും ഇംഗ്ലണ്ടും ഇന്ന് കളത്തിലിറങ്ങും. അനിൽ വാസുദേവ് ഉണ്ട് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അനിൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഫ്രാൻസ് ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു, എങ്ങനെ വിലയിരുത്താം മത്സരത്തിൽ? ഗുഡ് മോർണിംഗ് അമൃത. കഷ്ടിച്ച് ഫ്രാൻസ് കടന്നുകൂടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലെ ഫ്രാൻസിന്റെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഇത് മതിയോ എന്ന് തോന്നിപ്പോകും. കാരണം ഫ്രാൻസ് കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും, അതായത് ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളിലും റൗണ്ട് ഓഫ് 32-ലും 3 അതിൽ കൂടുതൽ ഗോളുകൾ നേടി ഈ ലോകകപ്പിലെ ഏറ്റവും ശക്തരായ സംഘമാണ് ഫ്രാൻസ് ഈ മത്സരത്തിൽ പരാഗ്വയ്ക്കെതിരെ കളിക്കാൻ ഇറങ്ങിയത്. പക്ഷേ പരാഗ്വയുടെ തന്ത്രം 90 മിനിറ്റും ഫ്രാൻസിനെ പിടിച്ചു കിട്ടുക എന്ന തരത്തിൽ വല്ലാത്ത പ്രതിരോധ പൂട്ടിട്ടാണ് തുടങ്ങിയത്. ഏതാണ്ട് മത്സരത്തിന്റെ പല ഘട്ടങ്ങളിൽ അവരതിൽ വിജയിക്കുകയും ചെയ്തു. ആദ്യമായി ഫ്രാൻസ് ഒരു 22-ാം മിനിറ്റിലാണ് പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് തീർക്കാൻ പോലും സാധിച്ചത് എന്ന് തന്നെ വരുമ്പോൾ അവരുടെ പരാഗ്വയുടെ ആ പ്രതിരോധത്തിന്റെ കരുത്ത് നമുക്ക് മനസ്സിലാവും. കാരണം ഈ ലോകകപ്പിൽ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അറ്റാക്കിംഗ് നിരക്ക് അത്രയും സമയം വൈകുന്നത് ഈ ടൂർണമെന്റിൽ ഇത് ആദ്യമായിരുന്നു. ഒടുവിൽ മത്സരത്തിൽ പല രീതിയിൽ കയ്യാങ്കളിയും ഒക്കെ തന്നെ ഉണ്ടായി. ഫൗളുകളുടെ പെരുമഴയായിരുന്നു ഉണ്ടായിരുന്നത്. 70-ാം മിനിറ്റിൽ 66-ാം മിനിറ്റിൽ ഡെസിറേ ഡൂവോയെ പെനാൽറ്റി ബോക്സിൽ
ഡീഗോ ഗോമസ് വീഴ്ത്തിയതിന് കിട്ടിയ ഒരു പെനാൽറ്റി, അതാണ് ഫ്രാൻസിനെ രക്ഷിച്ചത്. കിക്കെടുത്ത ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ കൃത്യമായി തന്നെ പന്ത് വലയിൽ ചുറ്റിച്ചു. ഈ ലോകകപ്പിലെ എംബാപ്പയുടെ 7ാം ഗോളാണ്. അതോടുകൂടി ഗോൾഡൻ ബൂട്ട് റേസിൽ മെസ്സിയെ മറികടന്ന് വീണ്ടും മുന്നിലെത്താൻ എംബാപ്പയ്ക്ക് ആവുകയും ചെയ്തു. ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും വെച്ച് ഗോൾ വേട്ടയിലും 19ാം ഗോളുമായി മെസ്സിക്ക് തൊട്ട് പിന്നിലെത്താനും ഇപ്പോൾ എംബാപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രാൻസ് തുടർച്ചയായ 4ാം വർഷവും, അതായത് 4ാം ലോകകപ്പിലും ക്വാർട്ടറിലേക്ക് മുന്നേറുകയാണ്. മറ്റൊരു മത്സരത്തിൽ കാനഡയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ച് മൊറോക്കോയും അവസാന 8ലേക്ക് മുന്നേറിയിട്ടുണ്ട്. തുടർച്ചയായി 2 തവണ ക്വാർട്ടറിലേക്ക് കടക്കുന്ന ആഫ്രിക്കൻ രാജ്യം എന്ന നേട്ടത്തോടു കൂടിയാണ് മൊറോക്കോ വരുന്നത്. ഇതിലൊരു കൗതുകം, ഈ 2 ടീമുകൾ തമ്മിലാണ് ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ 2022 ലോകകപ്പിന്റെ ഖത്തർ ലോകകപ്പിൽ ഈ 2 ടീമുകളും സെമി ഫൈനലിലാണ് ഏറ്റുമുട്ടിയത്. അപ്പോൾ അന്നത്തെ ഒരു കണക്ക് തീർക്കാനും ഇല്ലെങ്കിൽ വിജയം തുടരാനുമുള്ള ഒരു പോരാട്ടം, അതായിരിക്കും ഫ്രാൻസ് മൊറോക്കോയും തമ്മിലുള്ള ഒരു ആവേശകരമായ മത്സരം കാണുക. 2 അടുത്ത സുഹൃത്തുക്കൾ അഷ്റഫ് ഹക്കീമിയും കിലിയൻ എംബാപ്പയും ഒരിക്കൽ കൂടി മുഖാമുഖം വരുന്നു എന്നുള്ള പ്രത്യേകത കൂടി ആ മത്സരത്തിനുണ്ട്. അമൃത. ശരി, അനിൽ വാസുദേവാണ് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. 24 ബ്രേക്കിംഗ്. പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവ്. ലൈംഗികാതിക്രമത്തിന് പെൺകുട്ടി ഇരയായിട്ടില്ല എന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ലെന്ന് പെൺകുട്ടി മൊഴി മാറ്റിയിട്ടുണ്ട്. മൊഴികളിലെ വൈരുദ്ധ്യങ്ങളെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്തവരെ അടക്കം നേരത്തെ പോലീസ് വിട്ടയച്ചിരുന്നു. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, ഇന്നലെ ഏറെ ഞെട്ടലുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു ഇതിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടായിട്ടുണ്ട് എന്ന വാർത്ത ഇപ്പോൾ 24 ബ്രേക്ക് ചെയ്യുകയാണ്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇങ്ങനെ മൊഴി മാറ്റി പറയുന്നു ആ പെൺകുട്ടി, അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും പറയുന്നതിൽ പോലീസിനാകെ ആശയക്കുഴപ്പമുണ്ട്. അപ്പോൾ ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വൈദ്യപരിശോധനയിലും വ്യക്തമാവുമ്പോൾ എന്താണ് ഈ സംഭവവുമായി ആകെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രജിൻ, അമൃത, പത്തനംതിട്ടയിൽ 13 വയസ്സുകാരി 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടി സഹപാഠികൾ പീഡിപ്പിച്ചു എന്നുള്ള സംഭവം പുറത്തു വന്നത് തന്നെ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. അതിനകത്ത് പോലീസ് കേസെടുക്കുകയും 2 FIR രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് കേസെടുത്തത്, 2 FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അതിന് പിന്നാലെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിട്ട് പോലീസിന് ബോധ്യപ്പെട്ടു. ആവർത്തിച്ച് ചോദിക്കുമ്പോൾ പെൺകുട്ടി പീഡനം നടന്നിട്ടില്ല, അല്ലെങ്കിൽ സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ല, താൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വിവസ്ത്രയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിനകത്ത് പോലീസിന് ചില സംശയങ്ങൾ തോന്നി. ഉടൻ തന്നെ പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് കൂടി വിധേയമാക്കിയപ്പോഴാണ് ലൈംഗിക അതിക്രമത്തിന് പെൺകുട്ടി ഇരയായിട്ടില്ല എന്നുള്ള വിവരം പോലീസിനെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത്. പെൺകുട്ടി പറഞ്ഞിരുന്നത് തന്റെ സഹപാഠികൾ സ്കൂളിലെ ശുചിമുറിയിൽ വെച്ചും സഹപാഠിയായിരുന്ന പെൺകുട്ടിയുടെ മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയി തന്നെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യമാണ് പെൺകുട്ടി പോലീസിനോട് ആദ്യഘട്ടത്തിൽ മൊഴിയായി നൽകിയിരുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ബോധ്യപ്പെട്ട ഡോക്ടർ ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പെൺകുട്ടി വീണ്ടും മൊഴി മാറ്റി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത 6 പേരെ പോലീസ് വൈകിട്ടോടുകൂടി വിട്ടയച്ചത്. മിനിഞ്ഞാന്ന് രാത്രി ഏതാണ്ട് ഒരു 8 മണിയോടുകൂടി 6 പേരെ പ്രായപൂർത്തിയാകാത്ത 4 കുട്ടികളെയും അതുപോലെ പ്രായപൂർത്തിയായ 2 പേരെയും കൂടുതൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണി വരെ ഈ കസ്റ്റഡിയിലെടുത്ത ആളുകളെ പോലീസ് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവരോട് വിശദമായി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പെൺകുട്ടി പറഞ്ഞ കാര്യവുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവം നടന്നു പറയുന്ന സ്ഥലത്തിനും സാഹചര്യത്തിനും സമയത്തിനും ഒക്കെ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്തവരടക്കം വൈകിട്ടോടുകൂടി വിട്ടയക്കുകയായിരുന്നു. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടി CWC പ്രവർത്തകരോടാണ് ആദ്യം താൻ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട്, പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും CWC അധികൃതർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൂടുതൽ പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുത്ത് ആദ്യഘട്ടത്തിൽ FIR ഇട്ട് അന്വേഷണം തുടങ്ങിയത്. പിന്നീട് പെൺകുട്ടി മൊഴി മാറ്റിയ സാഹചര്യത്തിൽ എന്തുകൊണ്ട് പെൺകുട്ടി ഇങ്ങനെ പറയാനിടയെന്നുള്ള സാഹചര്യം അടക്കം പോലീസ് പരിശോധിക്കും. നേരത്തെ പെൺകുട്ടിക്ക് മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമം നേരിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നത്. അതേസമയം മറ്റെന്തെങ്കിലും മറയ്ക്കാനുള്ള ശ്രമമാണോ ഇത്തരം സംഭവത്തിന് പിന്നിൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെൺകുട്ടി പറഞ്ഞതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും 2 FIR ഇട്ട സാഹചര്യത്തിൽ സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണം നടത്തി വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. പെൺകുട്ടിയിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. അമൃത. ശരി, ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ അറസ്റ്റിലായ പ്രതികളെ അന്വേഷണ സംഘം ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. കോടതിയുടെ അനുമതിയോടെ ജയിലിലെത്തിയായിരിക്കും പ്രതികളെ ചോദ്യം ചെയ്യുക.
അയോധ്യയിലെ സംഭാവന കൊള്ളയുടെ പശ്ചാത്തലത്തിൽ നാളെ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് നിർണായക യോഗം ചേരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഈ ക്ഷേത്രക്കൊള്ളയിലെ അന്വേഷണം അത് തുടരുകയാണ്. SIT ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത് ഈ അറസ്റ്റിലായ പ്രതികളെ, നിലവിൽ ജയിലിൽ കഴിയുന്ന പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു അന്വേഷണ സംഘം എന്നുള്ളതാണ്. അത് പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ? ഏറ്റവും ഒടുവിൽ അവർക്ക് ലഭിച്ച SITക്ക് ലഭിച്ച തെളിവുകൾ അത് എന്താണ്? ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണോ? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ, അമൃത. ഈ SITയുടെ അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. അതിനിടെ നിർണായകമായ ചില വിവരങ്ങൾ SITക്ക് ലഭിച്ചിരുന്നു. അത് പ്രത്യേകിച്ചും ഈ ഒരു കൊള്ള നടന്നത് ആസൂത്രിതമായാണോ എന്ന തലത്തിലുള്ള തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ പണം എണ്ണുന്ന ജീവനക്കാരെ നിയമിച്ചത് ആര് എന്നതുമായി ബന്ധപ്പെട്ട പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ബാങ്കും ഒപ്പം തന്നെ ക്ഷേത്ര ട്രസ്റ്റും നൽകിയിരിക്കുന്നത്. ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പണം എണ്ണുന്ന ജീവനക്കാരെ നിയമിച്ചത് എന്നാണ് ബാങ്ക് അറിയിച്ചത്. അതേസമയം ഏജൻസിയാണ് ഈ ജീവനക്കാരെ തെരഞ്ഞെടുത്തത് എന്നാണ് ട്രസ്റ്റ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ബാങ്കിന്റെ കൂടി നിർദ്ദേശമനുസരിച്ചായിരുന്നു ഇത് എന്നുള്ളതാണ്. എന്തായാലും പണം എണ്ണുന്ന ജീവനക്കാരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന 8 പേരിൽ ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ ഉൾപ്പെടെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രതികളെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനായ ചമ്പത് റായിയുടെ വിശ്വസ്തൻ തിനു യാദവ്, അനുകൽപ് മിശ്ര, ലവ്കുശ് മിശ്ര, കരുണേഷ് പാണ്ഡെ, മനീഷ് യാദവ് എന്നിവരെയാണ് അന്വേഷണ സംഘം ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുക. അതിനായി കോടതിയുടെ അനുമതി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ജയിലിലെത്തിയാകും പ്രതികളെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക. ഇതിലൂടെ ഈ പരസ്പര വിരുദ്ധമായ മൊഴികളിൽ വ്യക്തത വരുത്തുക എന്നത് തന്നെയാണ് SITയുടെ ഉദ്ദേശം. അതേസമയം അവിനാഷ് ശുക്ലയിൽ നിന്നും അന്വേഷണ സംഘത്തിന് നിർണായകമായ ചില മൊഴികൾ ലഭിച്ചിരുന്നു. സംഭാവനയിൽ നിന്നും മോഷ്ടിച്ച പണം എല്ലാവർക്കും തുല്യമായി നൽകിയെന്ന് ടിനു യാദവ് CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു എന്നുമായിരുന്നു അവിനാഷ് ശുക്ല നൽകിയ മൊഴി. ഇക്കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ചോദ്യം ചെയ്യൽ ഇന്ന് ഉണ്ടാകും. അതേസമയം ഈ കൊള്ളയുടെ പശ്ചാത്തലത്തിൽ നാളെ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ നിർണായക യോഗം ചേരുന്നുണ്ട്. പ്രജിൻ, അമൃത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അയോധ്യയിലെ സംഭാവന കൊള്ളയിൽ BJPക്കെതിരെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇന്ന് സംസ്ഥാന വ്യാപക പ്രക്ഷോഭം നടത്തും. രാമരക്ഷാ പ്രക്ഷോഭം എന്ന പേരിലാണ് പ്രതിഷേധ പരിപാടി. ദാദറിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ ഉദ്ധവ് താക്കറെ നേരിട്ട് പങ്കെടുക്കും. ദാദറിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രക്ഷോഭകർ ഒത്തുകൂടി ഹനുമാൻ ചാലിസ ചൊല്ലും. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രക്ഷോഭത്തിന് പിന്തുണ അറിയിച്ചിട്ടുമുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങളിൽ വലഞ്ഞ അഭിനേതാക്കളുടെ സംഘടന അമ്മ. തർക്കങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കും സാമ്പത്തിക ക്രമക്കേടിലേക്കും കടന്നതോടെയാണ് പ്രതിസന്ധി കൂടിയത്. അദാനി ഗ്രൂപ്പിന്റെ പേര് കൂടി വന്നതോടെ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്കും പോയിട്ടുണ്ട്. ഇതിനിടയിൽ ടിനി ടോമിനെതിരായ നടപടിയിൽ അൻസിബ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ലാൽ, വെരി ഗുഡ് മോർണിംഗ്. അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ പ്രശ്നങ്ങൾ അത് തീരുന്നില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ സങ്കീർണമാകുന്നു. പുതിയ ആരോപണങ്ങൾ വരുന്നു. ഈ സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല, ഇപ്പോൾ രാഷ്ട്രീയ വിഷയമായിട്ട് പോലും ആ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നപരിഹാരം അത് ഏത് രീതിയിൽ സാധ്യമാകും എന്നതിലൊന്നും ഇപ്പോൾ ആരും ഒരു സൂചനയും നൽകുന്നില്ലേ? ഒപ്പം ശ്വേതാ മേനോൻ മാധ്യമങ്ങളെ കാണാൻ പോകുന്നു എന്ന രീതിയിലുള്ള ചില സൂചനകൾ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ചില തെളിവുകളൊക്കെ അവരുടെ കൈവശമുണ്ട് എന്നൊക്കെയാണ് വിവരം. എന്താണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രജിൻ. ഈ താരസംഘടനയുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ മുന്നോട്ട് വരികയാണ് എന്നുള്ളതാണ്. നിലവിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി സ്വീകരിച്ച അഡ്ഹോക് കമ്മിറ്റിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും പ്രധാന വിഷയം എന്ന് പറയുന്നത് അന്നേ ദിവസം ഈ യോഗം നടന്ന ജനറൽ ബോഡി നടന്ന 21-ാം തീയതി രാജ്യപ്രഖ്യാപനങ്ങളെല്ലാം നടന്നിരുന്നുവെങ്കിൽ പോലും ഇവരാരും രാജിവെച്ചിട്ടില്ല എന്നുള്ളതാണ്. സാങ്കേതികത്വം അങ്ങനെ തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം പുതിയൊരു കമ്മിറ്റിക്ക് അവിടെ അധികാരം ഏൽക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. അതിനിടയിലാണ് പരസ്പരം ചേരിതിരിഞ്ഞുകൊണ്ട് താരസംഘടനയിലെ താരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അംഗങ്ങൾ ചേരിതിരിഞ്ഞുള്ള ഈ ഇത്തരത്തിലുള്ള വീഴ്പ്പലകളിലേക്ക് കടന്നിരിക്കുന്നത്. അതും പരസ്യമായി തന്നെ അത്തരം പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിലുള്ള സംഭവവികാസങ്ങൾ. ഒരു പടി കൂടി കടന്ന പലപ്പോഴും അദാനി ഗ്രൂപ്പ് അടക്കമുള്ള ആളുകളെ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആരോപണം മുന്നോട്ട് പോകുന്നത്. അതായത് സ്പോൺസർഷിപ്പിൻ്റെ പേരിൽ ഇത്തരത്തിൽ പല ആളുകളിൽ നിന്ന് പണം കൈപ്പറ്റാൻ ശ്രമിച്ചിരിക്കുന്നു. അവർക്ക് മറ്റു പല രാഷ്ട്രീയ ചായ്വുകളുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ആരോപണങ്ങൾക്ക് ആ രാഷ്ട്രീയ മുന വരുന്നത് അല്ലെങ്കിൽ വർഗീയ മുനകൾ വരുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അൻസിബ സുലൈമാൻ, പാർവതി അടക്കമുള്ളവർ
ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. ആ ആരോപണങ്ങളിൽ അവർ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ തുടർ നടപടികളും നീക്കങ്ങളും വേണം എന്ന കാര്യങ്ങളും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം നേരത്തെ ഉണ്ടായിരുന്ന നിലവിൽ സമിതി, അതായത് ശ്വേതാ മേനോൻ നേതൃത്വം നൽകുന്ന സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജനറൽ ബോഡി നടന്ന ദിവസത്തെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പുറത്തോട്ട് പറയും എന്നുള്ളതാണ് പറയുന്നത്. അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രമേഷ് പിഷാരടി, അഡ്വോൾ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്ത രമേഷ് പിഷാരടിനെയാണ്. രമേഷ് പിഷാരടിയോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ പറയാത്ത പല കാര്യങ്ങൾ കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. അത് തുടർന്ന് ഒരു പത്രസമ്മേളനം നടത്തി മുന്നോട്ട് കൊണ്ടുവരും എന്ന കാര്യം തന്നെയാണ് അവർ പറയുന്നത്. ഇതിനിടയിലാണ് ടിനി ടോം അടക്കമുള്ള ആളുകൾക്കെതിരായിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻസിബ ഹസൻ പോലീസിൽ മൊഴി നൽകാൻ വേണ്ടി കഴിഞ്ഞ ദിവസം എത്തിയത്. ഇന്നലെയായിരുന്നു എത്തിയത്. പക്ഷേ കടവന്ത്ര SHO സ്ഥലത്തില്ലാത്തതുകൊണ്ട് മൊഴിയെടുക്കലടക്കമുള്ള കാര്യങ്ങൾ നടന്നില്ല. അതിൽ പോലും പോലീസിന് പഴിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞാൽ പോലും ഒരു FIR ഇടാൻ സംസ്ഥാനത്തെ പോലീസുകാർ തയ്യാറല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ആരോപണമാണ് അൻസിബ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞത്. അത് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികളും ആരംഭിക്കുന്നുണ്ട്. നിലവിലുള്ള കേസുകൾക്ക് പുറമെ അൻസിബയുടെ മൊഴി പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ കേസുകൾ, വകുപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തുക. പക്ഷേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഇന്നലെ ആ മൊഴി രേഖപ്പെടുത്തൽ നടന്നില്ല. അത് ഇന്നുണ്ടാകും എന്നുള്ളത് കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ താരസംഘടനയിലെ പ്രശ്നങ്ങൾ നിയമ പോരാട്ടങ്ങളിലേക്ക് കൂടി കടക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അതോടൊപ്പം സംഘടനാ നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുമുണ്ട്. ശരി, ലാൽകൃഷ്ണയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് നടത്തുന്ന നിരാഹാര സമരം ഇന്ന് ഒരാഴ്ച പിന്നിട്ടു. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില അതീവ മോശം നിലയിലേക്ക് നീങ്ങുകയാണെന്നും ശരീരഭാരം 5.5 കിലോയിലേറെ കുറഞ്ഞതായും CJP നേതൃത്വം അറിയിച്ചു. സംയുക്ത കിസാൻ മോർച്ച CJPക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ന് ജന്തർ മന്ദറിലെ സമരവേദിയിലും എത്തുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഇതിൽ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചാണ് ഇപ്പോൾ CJP വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന് പറയുന്നു. ഒപ്പം പ്രധാനമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് കഴിഞ്ഞ ദിവസം CJP അയക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിൽ മൗനം വെടിയണം പ്രധാനമന്ത്രി എന്ന ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ സംയുക്ത കിസാൻ മോർച്ച കൂടി ജന്തർ മന്ദറിലേക്ക് എത്തുന്നതോടുകൂടി ഈ സമരത്തിന്റെ രൂപം മാറുമോ? ഒപ്പം എന്താണ് ഇന്നത്തെ മറ്റ് സമരപരിപാടികൾ? പ്രജിൻ, അമൃത, ഈ CJP കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട ജന്തർ മന്ദറിൽ നടത്തിവരുന്ന സമരം ഇന്ന് 16ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം അത് 8ാം ദിവസത്തിലേക്കും എത്തിയിരിക്കുന്നു. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില അതീവ മോശമായതായാണ് CJP അറിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരഭാരം 5.5 കിലോയിലേറെ കുറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 60-ന് താഴേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വെടിയണമെന്നും ഉടൻ തന്നെ ഇടപെടൽ നടത്തണം എന്നുമുള്ള ആവശ്യം ഉന്നയിച്ചാണ് തുറന്ന കത്ത് CJP കഴിഞ്ഞ ദിവസം അയച്ചത്. ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ എന്നിവയുടെ ഉത്തരവാദിത്തം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് എന്നും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും ഉടൻ പുറത്താക്കണം എന്നും ആവശ്യപ്പെട്ടാണ് ഈ ഒരു കത്ത്. അതിനിടെ ഈ പ്രതിഷേധത്തിന് പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലുള്ള സംഘം സമരവേദിയിൽ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ CJP നേതൃത്വത്തിന് സംയുക്ത കിസാൻ മോർച്ച ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്തിൽ യുവാക്കളും വിദ്യാർത്ഥികളും നടത്തി വരുന്ന സമാധാനപരമായ സമരത്തിന് ഐക്യദാർഢ്യം അറിയിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. ഇന്നെന്തായാലും നേരിട്ടെത്തി തന്നെ ഐക്യദാർഢ്യം അറിയിക്കുകയാണ് സംയുക്ത കിസാൻ മോർച്ച. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ലഹരിക്കെതിരെ നടത്തിയ യാത്ര ഓപ്പറേഷൻ തൂഫാൻ ദൗത്യത്തിന് പ്രചോദനമായെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 24 ബിസിനസ് എക്സലൻസ് അവാർഡ്സിനെത്തിയ മുഴുവൻ ആളുകളെയും തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിച്ച മന്ത്രി 24ന്റെ എല്ലാ ഉദ്യമങ്ങളെയും അഭിനന്ദിച്ചു. ലഹരിയുടെ വേരറുക്കാൻ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നേറുന്ന ആഭ്യന്തരമന്ത്രി വഴികാട്ടിയായി തീർന്ന SKN40 എന്ന യാത്രയെ ഓർത്തെടുത്തു. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തി. ഓപ്പറേഷൻ തൂഫാൻ എന്ന ആശയത്തിന് കാരണമായി തീർന്നു. മന്ത്രി പറഞ്ഞു, നമ്മുടെ നാടിനെ മുടിക്കുന്ന രാസലഹരിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടം
അദ്ദേഹം കേരളം മുഴുവൻ സഞ്ചരിച്ച് നടത്തുകയുണ്ടായി. ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും തുഫാൻ വാരിയറായി പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നമ്മൾ SKN40 എന്ന പരിപാടിയിലൂടെ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു 31 ദിവസം നടന്നു കഴിഞ്ഞപ്പോൾ അത് എനിക്ക് തോന്നുന്നു എപ്പോഴും അദ്ദേഹം ഇത് കാണാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു നിമിത്തമായി അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പര്യടനം എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീക്കെൻഡുകളിലൊക്കെ യാത്ര ചെയ്ത് ഈ ബോധവൽക്കരിക്കാൻ നടന്നു. അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രിയുടെ ഒരു കസേര കിട്ടിയപ്പോൾ അദ്ദേഹം അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വ്യവസ്ഥാപിതമായിട്ട് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന് പറയുന്ന ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ അത് അതിൻ്റെ അർഹിക്കുന്ന ശക്തിയോടെ കേരളത്തിൽ നടത്തുന്നു എന്നുള്ളത് സന്തോഷമാണ്. 24 ബിസിനസ് എക്സലൻസ് അവാർഡ് ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും തൂഫാൻ വാരിയറായി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ അടുത്ത ഘട്ടം തൂഫാൻ കെയർ ആണ്. ലഹരിയിൽ നിന്ന് ആളുകളെ മുക്തരാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്. 24 കൊച്ചി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. മഴ ശക്തമാകാൻ സാധ്യതയുള്ള വടക്കൻ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. ചൊവ്വാഴ്ച വരെ മഴ ശക്തമായി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജി, വെരി ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിൽ മഴ കനത്തു പെയ്യും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനം വന്നിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ. എന്തൊക്കെ മുൻകരുതൽ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്? ഒപ്പം തന്നെ ഏതൊക്കെ മേഖലകളിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക? പ്രജിൻ, അമൃത, ഗുഡ് മോർണിംഗ്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ യെല്ലോ അലർട്ട് ഉണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഈ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഉണ്ട്. എങ്കിലും വടക്കൻ കേരളത്തിൽ മഴ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെയൊക്കെ വലിയ തലത്തിലുള്ള മഴ വടക്കൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പെയ്തിരുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് നിലവിൽ മഴ പെയ്യുന്നത്. എന്നാലും മഴ മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവും പ്രാദേശിക ഭരണകൂടവും അതിനോടനുബന്ധിച്ചിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലും കിഴക്കൻ മേഖലകളിലുമൊക്കെ വലിയ തലത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. കൃഷിനാശവും ഒപ്പം തന്നെ കിണറിടിഞ്ഞ് താഴുന്ന സംഭവങ്ങളും ഒപ്പം തന്നെ വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീഴുന്ന സംഭവങ്ങളൊക്കെ തന്നെയും ഇന്നലെ വടക്കൻ കേരളത്തിലെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി മുതൽ വടക്കൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലും മഴ കാര്യമായില്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് മഴ പെയ്യുന്നത്. പ്രജിത്, അമൃത. ശരി, അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുംബൈയിൽ തീവ്രമായ മഴ തുടരുന്നു. മുംബൈ, താനെ, രത്നഗിരി, പാൽഘട്ട്, റായ്ഗഡ്, സിന്ധുദുർഗ് ജില്ലകളിലെല്ലാം ഇന്നും റെഡ് അലേർട്ടാണ്. ഇന്നലെ കനത്ത മഴയിൽ മുംബൈ നഗരത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപം കൊണ്ടിരുന്നു. റെയിൽ, റോഡ് ഗതാഗതത്തെ അത് സാരമായി ബാധിക്കുകയും ചെയ്തിരുന്നു. അനാവശ്യ യാത്ര ഒഴിവാക്കണമെന്ന് കോർപ്പറേഷൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ശക്തമായ തിരമാല ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തീരത്തേക്ക് ആളുകൾ എത്തുന്നതിനും നിയന്ത്രണമുണ്ടാകും. വെള്ളച്ചാട്ടങ്ങളിലേക്ക് മറ്റുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും സംസ്ഥാന സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. മുംബൈയിൽ കൺട്രോൾ റൂമും ഹെൽപ്പ് ലൈൻ നമ്പറും തുറന്നിട്ടുണ്ട്. കവി തിരുനെല്ലൂർ കരുണാകരൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 20 വർഷം. മലയാള കവിതയ്ക്ക് പുതിയ ദിശാബോധം നൽകിയ കവിയാണ് തിരുനെല്ലൂർ കരുണാകരൻ. റാണി എന്ന ഒരൊറ്റ കവിത മതി മലയാള കാവ്യലോകത്ത് തിരുനെല്ലൂരിന്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ. അങ്ങോട്ടു നോക്കിയാൽ ദൂരെയല്ലാതൊരു തെങ്ങിൻ തുരുത്തതാ കാണാം. ഉജ്ജലക്കല്ലോലമാലയിൽ ചാർത്തിയ പച്ചപ്പതക്കമായി തോന്നാം. മനുഷ്യന്റെ മാത്രമല്ല, പ്രകൃതിയിലെ സകല ജീവജാലങ്ങളുടെയും സ്വാതന്ത്ര്യം തന്റെ കവിതകളിലൂടെ പ്രമേയമാക്കിയ മനുഷ്യസ്നേഹിയായിരുന്നു തിരുനെല്ലൂർ കരുണാകരൻ. തൊഴിലാളി പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളിയായ കവി അവരുടെ ശക്തിയും കരുണുറപ്പും സമരവീര്യവും തന്റെ കവിതകൾക്ക് പ്രമേയമാക്കി. തളരാതുയരും കൈകളിലുണ്ടേഴകായി വിളയും വിത്തുകളും ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊര ദൃശ്യതയായി. കവി എന്ന നിലയിൽ മാത്രമല്ല, അധ്യാപകൻ, നിരൂപകൻ, പത്രപ്രവർത്തകൻ, വിവർത്തകൻ തുടങ്ങി സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ ആ കയ്യൊപ്പ് പതിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിച്ചപ്പോഴും പ്രസ്ഥാനത്തിന്റെ അപജയങ്ങളെ നിശിതമായി വിമർശിച്ചു. അഷ്ടമുടിക്കായലും പരിസരവും തിരുനെല്ലൂരിന്റെ കവിതകളിൽ നിറഞ്ഞു നിന്നു. കായലോരത്തു തൻ തോഴികളോടൊത്തു മാലിയെടുത്തവൾ പോകേ. റാണി, സമാഗമം, ഗ്രീഷ്മസന്ധ്യകൾ, തിരുനെല്ലൂർ കരുണാകരന്റെ കവിതകൾ തുടങ്ങി എത്രയോ ശ്രദ്ധേയമായ കവിതാ സമാഹാരങ്ങൾ, ഗാനങ്ങൾ, കുട്ടിക്കവിതകൾ, നാടകഗാനങ്ങൾ. ആ കാവ്യലോകം
വിശാലമായിരുന്നു. കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിനെക്കുറിച്ച് വിവാദ പ്രസ്താവനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. സംസ്കാര ചടങ്ങിൽ വിഷമിക്കുന്നവരെ കണ്ടെത്താൻ അത്ഭുതപ്പെട്ടെന്നും അത് മുതലക്കണ്ണീറാകാമെന്നും ട്രംപ് പറഞ്ഞു. ചടങ്ങിനെത്തുന്നവരെ ഒരൊറ്റ ഷോട്ടിലൂടെ അമേരിക്കയ്ക്ക് ഇല്ലാതാക്കാനാകുമെന്നും ട്രംപ്. അന്തിമോപചാര ചടങ്ങുകൾ ഭരണകൂടം നിർമ്മിച്ച പ്രചാരണ നാടകമാണെന്ന് ഇറാനിയൻ പ്രതിപക്ഷ നേതാവ് റിസ പഹ്ലവി കുറ്റപ്പെടുത്തി. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മധു, വെരി ഗുഡ് മോർണിംഗ്. അവിടെ ഗുഡ് ഈവനിംഗ് ആണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വരുന്ന ട്രംപിന്റെ ഈ ഒരു പ്രതികരണമാണ്. ഈ ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുകയാണ് ഇറാനിൽ. ആ സമയത്താണ് ഇത്തരത്തിൽ പ്രകോപനപരമായ രീതിയിലുള്ള ട്രംപിന്റെ ഒരു പരാമർശം വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്? ഒപ്പം തന്നെ ജൂലൈ 4 ആണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനമായി ബന്ധപ്പെട്ട പരിപാടികൾ അവിടെ നടക്കുന്ന സമയം കൂടിയാണ്. മധു. ഗുഡ് മോർണിംഗ് പ്രജിൻ, അമൃത. പ്രജിൻ പറഞ്ഞതുപോലെ ജൂലൈ 4 ആഘോഷങ്ങൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് തന്നെ അല്പം മണിക്കൂറുകൾക്കകം വാഷിംഗ്ടൺ DC-യിൽ പ്രസംഗിക്കുന്നുണ്ട്. ഒരുപക്ഷെ കൂടുതൽ വിവാദപരമായിട്ടുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തരിച്ച ഈ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖുമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി വലിയ ഒരു ജനാവലിയാണ് ടെഹ്റാനിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 28 അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഈ ശവസംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇരുഭാഗം, അതായത് അമേരിക്കയും ഇറാനും അല്ലെങ്കിൽ ഇസ്രയേലും പരസ്പരം ആക്രമിക്കില്ലെന്നും ഇതിനുശേഷം ഈ ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ തുടരുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ വ്യക്തമാക്കിയത്. അതേസമയം ലെബനനിലും ഗസയിലും ഇസ്രയേലിന്റെ ആക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ അയത്തുള്ള അലി ഖുമേനിയുടെ സംസ്കാര ചടങ്ങിൽ വിഷമിക്കുന്നവരെ കണ്ട് അത്ഭുതപ്പെടുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുതലക്കണ്ണീറാകാമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. അത് മാത്രമല്ല, ഈ സംസ്കാര ചടങ്ങിൽ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ടെന്നും വേണമെങ്കിൽ ഒരൊറ്റ ഷോട്ടിലൂടെ അവരെ എല്ലാം അമേരിക്കയ്ക്ക് ഒരുമിച്ച് ഇല്ലാതാക്കാനാകുമെന്നും ട്രംപ് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആരും അവശേഷിക്കില്ല എന്ന് കരുതിയാണ് അത്തരം ഒരു നീക്കത്തിൽ നിന്ന് പിന്മാറുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത്. അതുമാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അടുത്ത് തന്നെ വൈറ്റ് ഹൗസിൽ ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ച നെതന്യാഹു തന്നെയാണ് ആവശ്യപ്പെട്ടതെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഈ ശവസംസ്കാര ചടങ്ങുകൾക്ക് ഈ ഇറാൻ ഒരുങ്ങുന്നതിനിടെ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രയേലോ ഒരു താൽക്കാലിക സമാധാന കരാർ ഇപ്പോൾ നിലവിലുണ്ട്. അത് ലംഘിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫിന്റെ ആയിരുന്നു ഈ മുന്നറിയിപ്പ്. അതേസമയം ഈ അമേരിക്കയും ഇറാനും തമ്മിലുണ്ടാക്കിയ ഈ പുതിയ ധാരണാപത്രം അട്ടിമറിക്കുവാൻ ഇസ്രയേൽ ശ്രമിക്കുകയാണെന്നുള്ള ഒരു ആരോപണവുമായി തുർക്കി പ്രസിഡന്റ് എർദോഗൻ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ മേഖലയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പൂർണ്ണ പിന്തുണയും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രജിൻ, അമൃത. PSC പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണം പരീക്ഷാ കൺട്രോളർക്ക് നൽകിയ ചെയർമാന്റെ തീരുമാനത്തിൽ അതൃപ്തി. ബോർഡ് യോഗം ചേർന്നെടുത്ത തീരുമാനം ചെയർമാൻ MR ബൈജു മാറ്റിയതിലാണ് അതൃപ്തി. അതേസമയം സർക്കാർ തലത്തിൽ PSC ക്രമക്കേട് അന്വേഷിക്കാനും നീക്കമുണ്ട്. റിനു ശ്രീധര തിരുവനന്തപുരത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഈ PSCയുമായി ബന്ധപ്പെട്ട ആ പരീക്ഷാ ക്രമക്കേട്, അതിലെ പുതിയ നീക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തികളും ഒപ്പം തന്നെ ആക്ഷേപങ്ങളും അത് കൂടുന്നുണ്ട്. എന്താണ് അത്തരത്തിൽ പെട്ടെന്നൊരു മാറ്റമുണ്ടാകാനുള്ള കാരണം? അതിൽ സർക്കാരിന് തുടർ നീക്കങ്ങൾ എന്താണ്? പ്രജിൻ, അമൃത, ഗുഡ് മോർണിംഗ്. എന്തായാലും ആസൂത്രണ ബോർഡിലേക്കുള്ള PSC പരീക്ഷ, അതിൽ നടന്ന ക്രമക്കേട്, ഈ ക്രമക്കേടിൽ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്ന PSC ബോർഡ് യോഗം ചേർന്ന് അന്വേഷണവും പ്രഖ്യാപിച്ചു. ആഭ്യന്തര വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കുമെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചത്. തുടക്കത്തിൽ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുള്ള ഈ വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിനായിരുന്നു അന്വേഷണ ചുമതല. ആ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അന്വേഷണത്തിലാണ് വ്യാപകമായിട്ടുള്ള ചില ക്രമക്കേടുകൾ കണ്ടെത്തത്. IT ഓഡിറ്റ് നടത്താത്ത സോഫ്റ്റ്വെയറിലൂടെയാണ് ഈ മൂല്യനിർണ്ണയം നടത്തിയതെന്ന് അടക്കമുള്ള കണ്ടെത്തലുകൾ പുറത്ത് വരികയും ചെയ്തു. പെട്ടെന്നാണ് ഇത് ഈ പരീക്ഷാ കൺട്രോളർക്ക് അന്വേഷണം മാറ്റി നൽകുന്ന ഒരു നടപടിയിലേക്ക് പോയത്. PSC ചെയർമാൻ MR ബൈജു ആണ് അത്തരത്തിലൊരു നീക്കം നടത്തിയത്. പരീക്ഷാ ബോർഡ് യോഗം ചേർന്ന് തീരുമാനിച്ച ഒരു തീരുമാനം, ആ തീരുമാനത്തിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിന് ഇടയാക്കി. ഒന്ന്, PSCക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഒപ്പം പരാതികളും ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് നിലവിൽ സംസ്ഥാന സർക്കാരിന്. ഈ പശ്ചാത്തലത്തിലാണ് ഈ കഴിഞ്ഞ LDF സർക്കാർ നിയോഗിച്ച ഒരു PSC ചെയർമാൻ, ആ PSC ചെയർമാന്റെ
ചെയർമാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു വീഴ്ചകൾ ഉണ്ടാവുന്നത്. ബോർഡ് യോഗം ചേർന്നെടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം. അതായത് ഈ പരീക്ഷ നടത്തി ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ചുമതലയുള്ള ഈ പരീക്ഷാ കൺട്രോളർ അദ്ദേഹത്തിനാണ് വീഴ്ച സംഭവിച്ചത്. ആ വീഴ്ച അന്വേഷിക്കാൻ ആ ചുമതലയുള്ള ആളിനെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ആണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. എന്തായാലും PSC അംഗങ്ങളോട് പോലും ചോദിക്കാതെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. PSC സെക്രട്ടറി പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കെടുത്ത നിലപാടാണ് PSC ചെയർമാൻ എന്നുള്ളതും വിവരമായി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെമ്പർമാർക്ക് അതൃപ്തിയുണ്ട്, അതൃപ്തി നേരിട്ട് അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിരവധി പരാതികൾ PSCയെ കുറിച്ച് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയോട് OJ ജനീഷ് മന്ത്രി അടക്കം ഈ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. DGP റാങ്കിൽ കുറയാത്ത ഒരാളെ കൊണ്ട് അന്വേഷിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് മന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു അന്വേഷണം ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരവും അതാണ്. അമൃത, പ്രജിൻ. ശരി, റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വ്യവസായ ലോകത്തിന് പ്രചോദനമായി 24 ബിസിനസ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് സ്വന്തം മേഖലയിൽ മികവിന്റെ കയ്യൊപ്പ് ചാർത്തിയവർ അവാർഡ് ഏറ്റുവാങ്ങി. വെല്ലുവിളികളെ സധൈര്യം നേരിട്ടവരാണ് പുരസ്കാര തിളക്കത്തിൽ നിൽക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കഠിനാധ്വാനത്തിലൂടെയും കാഴ്ചപ്പാടിലൂടെയും പടിപടിയായി സംരംഭം വളർത്തിയവർ, നാടിന്റെ വികസനത്തിന് കൂട്ടായി നിന്നവർ, അവർക്ക് 24ന്റെ ആദരം. നമ്മുടെ ഫ്ലവേഴ്സിലും 24ലുമൊക്കെ നിരന്തരം പരസ്യം ചെയ്യുകയും കേരളത്തിൻ്റെ വ്യവസായ രംഗത്തും ദക്ഷിണേന്ത്യൻ വ്യവസായ മേഖലയിലും ഒക്കെ വളരെ സജീവമായ സാന്നിധ്യം ഉറപ്പിക്കുകയും അതുപോലെ നമുക്കെല്ലാം അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുകയും ചെയ്യുന്ന കുറച്ചധികം സംരംഭകർക്കാണ് ഈ 24ന്റെ ബിസിനസ് എക്സലൻസ് അവാർഡ് നൽകുന്നത്. 15 വിഭാഗങ്ങളിലായിരുന്നു 24 ബിസിനസ് അവാർഡ്സ്. അവാർഡുകൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിച്ചു. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ KV അശോകൻ പാരിസ്ഥിതിക സുസ്ഥിരതയിലെ മികവിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റ പ്രവർത്തനത്തിന് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസ് അർഹനായി. ജ്വല്ലറി രംഗത്തെ മികവിന് മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട് CEO റഫീഖ് മോനിയം അവാർഡ് ഏറ്റുവാങ്ങി. സാമൂഹിക ഉത്തരവാദിത്വത്തിനുള്ള പുരസ്കാരം വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെയും വി-ഗാർഡ് ഫൗണ്ടേഷന്റെയും ഡയറക്ടർ ഡോക്ടർ റീന മിഥുൻ ചിറ്റിലപ്പള്ളിക്കായിരുന്നു. സ്വർണ്ണപ്പണയ രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് UGS ഗോൾഡ് ലോൺ മാനേജിംഗ് ഡയറക്ടർ അജിത്ത് പാലാട്ടും മികച്ച IAS അക്കാദമിക്കുള്ള പുരസ്കാരം ഫോർച്യൂൺ IAS അക്കാദമി ഡയറക്ടർ ശൈലേഷ് ഫെർണാണ്ടസും ഏറ്റുവാങ്ങി. ആയുർവേദ മരുന്ന് നിർമ്മാണ രംഗത്തെ മികവിന് MVM ആയുർവേദിക് റിസർച്ച് ലാബ് പാർട്ണർ ഡോക്ടർ ഷാനു കെ ബാബുവിനും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിനുള്ള പുരസ്കാരം ഹെയറോഡെന്റ് MD ഡോക്ടർ ശ്രീനാഥ് എസിനുമായിരുന്നു. പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് MD പീറ്റർ പോൾ പിട്ടാപ്പിള്ളിയിൽ ഇലക്ട്രോണിക് ഹോം അപ്ലയൻസസ് രംഗത്തെ മികവിനുള്ള പുരസ്കാരം സ്വന്തമാക്കി. DBPL ഹോംസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KA പത്മകുമാറാണ് മികച്ച ബിൽഡർ. ഐസ്ക്രീം നിർമ്മാണ രംഗത്തെ മികവിന് ട്രീസാസ് ഫുഡ് ക്രാഫ്റ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് MD ജോസഫ് M കടമ്പുകാട്ടിലിന് പുരസ്കാരം. മികച്ച ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷനുള്ള അവാർഡ് ആംബെ സർവീസസിനായിരുന്നു. നിർമ്മാണ സാമഗ്രികളുടെ മികവിനുള്ള പുരസ്കാരം കള്ളിയത്ത് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിർഷ K മുഹമ്മദിനും ലഭിച്ചു. റിയലോക്സി ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആപ്ലിക്കേഷന്റെ ഫൗണ്ടറും CEOയുമായ ലുക്മാനുൽ ഹക്കീം മികച്ച ഇന്നവേറ്റീവ് ആപ്പിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ ബിസ്ക്കറ്റ് നിർമ്മാണ രംഗത്തെ മികവിന് ക്രേസ് ബിസ്ക്കറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ അലി സിയാനും ബിസിനസ് എക്സലൻസ് അവാർഡുകൾ സ്വന്തമാക്കി. കൊച്ചി. സാധാരണക്കാരിൽ സാമ്പത്തിക അവബോധം സൃഷ്ടിക്കാനും സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനുമായി 24 ബിസിനസ് ചാനൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബിസിനസ് ചാനലിന്റെ പേജ് പ്രകാശനം ചെയ്തു. സാമ്പത്തിക മേഖലയിലെ വാർത്തകൾ സാധാരണക്കാർക്ക് ചാനലിലൂടെ മനസ്സിലാക്കാം. സർക്കാർ പദ്ധതികൾ, മാർക്കറ്റിലെ ചലനങ്ങൾ, ഇൻഷുറൻസ്, അഭിമുഖങ്ങൾ എന്നിവയെല്ലാം പുതിയ ബിസിനസ് ചാനൽ പേജിന്റെ പ്രത്യേകതകളാണ്.
ഇപ്പോൾ ലഭിക്കുന്നൊരു അറിയിപ്പ് വാർത്ത കൂടിയുണ്ട്. അത് ഈ അമർനാഥ് തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ടൊരു മുന്നറിയിപ്പാണ്. ഈ തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുന്നവർക്കാണ് ഇപ്പോൾ ജമ്മുകശ്മീർ ഭരണകൂടം ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ജൂലൈ 9 വരെ എല്ലാ രജിസ്ട്രേഷൻ സ്ലോട്ടുകളും ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ജമ്മുകശ്മീർ ഭരണകൂടം അറിയിക്കുകയാണ്. രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകർ അതുകൊണ്ട് തന്നെ യാത്ര കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കണം എന്നാണ് ഇപ്പോൾ ജമ്മുകശ്മീർ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഞായറാഴ്ച മുതൽ രജിസ്റ്റർ ചെയ്ത തീർത്ഥാടകർക്ക് മാത്രമേ കശ്മീരിലേക്ക് പോകാൻ അനുവാദം ഉണ്ടാകുകയുള്ളൂ എന്നുകൂടി ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നുണ്ട്. കോഴിക്കോട് മാവൂരിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്റർ 16 വർഷമായി പ്രവർത്തനരഹിതമാണ്. മലബാറിലെ നിർധനരായ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് സ്ഥാപനം ആരംഭിച്ചതെങ്കിലും കെട്ടിടവും ചികിത്സാ ഉപകരണങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നു. ആശുപത്രി വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇടപെടും എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. മാവൂർ തെങ്ങിലക്കടവിൽ 6 ഏക്കർ സ്ഥലത്ത് കോടികൾ ചെലവഴിച്ചാണ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്റർ സ്ഥാപിച്ചത്. മലബാറിലെ നിർധനരായ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടെ നാട്ടുകാരുടെയും പ്രവാസികളെയും നേതൃത്വത്തിൽ രൂപീകരിച്ച ട്രസ്റ്റാണ് സ്ഥാപനം യാഥാർത്ഥ്യമാക്കിയത്. 1998 തറക്കല്ലിട്ട ആശുപത്രി 2001 പ്രവർത്തനം ആരംഭിച്ചത്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മരുന്നും ഭക്ഷണവും താമസ സൗകര്യവും ഉൾപ്പെടെ സൗജന്യ സേവനങ്ങളാണ് ഇവിടെ ലഭ്യമായിരുന്നത്. നടത്തിപ്പ് ചെലവ് വർദ്ധിച്ചതിനെ തുടർന്ന് 2010 ട്രസ്റ്റ് സ്ഥാപനം സർക്കാരിന് കൈമാറി. എന്നാൽ അതിനുശേഷം ആശുപത്രി പ്രവർത്തനരഹിതമായി. ഇന്ന് കെട്ടിടം കാടുകയറിയും ചികിത്സാ ഉപകരണങ്ങൾ തുരുമ്പെടുത്തും നശിക്കുന്ന അവസ്ഥയാണ്. 2022 ആശുപത്രി പുനരാരംഭിക്കുന്നതിനായി വിവിധ തലങ്ങളിൽ ചർച്ചകളും പ്രഖ്യാപനങ്ങളും ഉണ്ടായെങ്കിലും അവയൊന്നും നടപ്പായില്ല. അതേസമയം മലബാറിലെ നിരവധി ക്യാൻസർ രോഗികൾ ഇന്നും ദൂരെയുള്ള ചികിത്സാ കേന്ദ്രങ്ങളെയും സ്വകാര്യ ആശുപത്രികളെയും ആശ്രയിക്കേണ്ട സാഹചര്യം തുടരുകയാണ്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ പൊതുസ്വത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആരോഗ്യ സ്ഥാപനമാക്കി മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. പുതിയ ആരോഗ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ മാവൂർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുതുജീവൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും രോഗികളും. ക്യാമറമാൻ അനൂപിനൊപ്പം അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. Golcano in association with Maither Eagles FC, Kerala. ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ കളത്തിലേക്ക്. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിന്റെ നോർവേയാണ് കാനറികളുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 ക്ലാസിക് പോരാട്ടം. മറ്റൊരു മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടും. ജപ്പാനെതിരെ നേടിയ ലേറ്റ് കംബാക്കിന്റെ ആത്മവിശ്വാസത്തിലാണ് കാനറികൾ ഇറങ്ങുന്നത്. മിന്നും ഫോമിലുള്ള മുന്നേറ്റ നിരയും പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളിലുമാണ് ബ്രസീലിന്റെ പ്രതീക്ഷ. മധ്യനിര കൂടി താളം കണ്ടെത്തിയതോടെ ടീമിന്റെ മുന്നേറ്റങ്ങൾക്ക് മൂർച്ച കൂടിയിട്ടുണ്ട്. എന്നാൽ റഫീഞ്ഞയ്ക്ക് പുറമെ ലൂക്കാസ് പക്വറ്റയ്ക്ക് കൂടി പരുക്കേറ്റത് മുൻ ചാമ്പ്യന്മാരെ വലയ്ക്കുന്നുണ്ട്. മറുവശത്ത് എർലിംഗ് ഹാലൻഡിന്റെ ചുമലിലേറിയാണ് നോർവേയുടെ വരവ്. ഹാലൻഡിന് പുറമെ അലക്സാണ്ടർ സോൾറോത്ത്, ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് എന്നിവർ ചേരുന്ന ആക്രമണ നിര ബ്രസീൽ ഗോൾ മുഖത്ത് ഭീഷണി ഉയർത്തുമെന്ന് ഉറപ്പാണ്. മറ്റൊരു മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോയാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. വിങ്ങുകളിലും പ്രതിരോധത്തിലും വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും തകർപ്പൻ ഫോമിലുള്ള ഇംഗ്ലീഷ് പടയെ പിടിച്ചുകെട്ടുക മെക്സിക്കോയ്ക്ക് എളുപ്പമാകില്ല. ഗോൾ മെഷീൻ ഹാരി കെയ്ൻ തന്നെയാണ് ടീമിന്റെ കുന്തമുന. വേഗതയേറിയ കൗണ്ടർ അറ്റാക്കിലൂടെ ഇംഗ്ലണ്ടിനെ തളയ്ക്കാനാകും മെക്സിക്കോയുടെ ശ്രമം. വേൾഡ് കപ്പ് ഡെസ്ക് 24. എന്നാലും ബ്രസീലിനെ നേരിടുമ്പോൾ നോർവേയുടെ പ്രതീക്ഷ മുഴുവൻ എർലിംഗ് ഹാലൻഡിലാണ്. ഹാലൻഡ് ഫോമിലെത്തിയാൽ ബ്രസീൽ പ്രതിരോധം പാടുപെടും. ഇതിനു മുൻപ് നോർവേ ലോകകപ്പിൽ പന്ത് തട്ടിയത് 1998. അന്ന് എർലിംഗ് ഹാലൻഡ് ജനിച്ചിട്ട് പോലുമില്ല. വർഷങ്ങൾക്കിപ്പുറം നോർവേയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഈ 25-കാരൻ. കായികക്ഷമതയുടെയും അസാധാരണമായ വേഗതയുടെയും ക്ലിനിക്കൽ ഫിനിഷിങ്ങിന്റെയും ഒരു മാരക കോംബോയാണ് ഹാലൻഡ്. എതിരാളികളുടെ ബോക്സിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ വേട്ടക്കാരന്റെ കൗശലത്തോടെ ഹാലൻഡ് ഇരച്ചു കയറുമ്പോൾ ഏത് പ്രതിരോധ നിരയും തകർന്ന് തരിപ്പണമാകും.
ഇടിമിന്നൽ വേഗതയുള്ള ഷോട്ടുകൾ ഗോൾ കീപ്പർമാർക്ക് കണ്ണു ചിമ്മാൻ പോലും സമയം നൽകില്ല. ഈ ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരിൽ 5 ഗോളുമായി മെസ്സിക്കും എംബാപ്പയ്ക്കും പിന്നാലെ തന്നെയുണ്ട് ഹാളൻ. ഇറാഖിനെതിരെയും സെനഗലിനെതിരെയും ഇരട്ട ഗോൾ, ഐവറി കോസ്റ്റിനെതിരെ നോക്കൌട്ടിൽ വിജയ ഗോൾ. നായകൻ മാർട്ടിൻ ഒഡേഗാർഡ് മധ്യനിരയിൽ നിന്ന് മെനഞ്ഞെടുക്കുന്ന മാന്ത്രിക പാസുകൾ കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കുക എന്നതാണ് ഹാളണ്ടിന്റെ ദൗത്യം. ബ്രസീലിന്റെ ഹൈലൈൻ പ്രതിരോധത്തിന്റെ വിടവുകളിലേക്ക് ഒഡേഗാർഡ് നൽകുന്ന ത്രൂ പാസുകൾ ഹാളണ്ടിന്റെ മാരകമായ കുതിപ്പുകൾക്ക് വഴി തുറന്നാൽ ബ്രസീൽ വിയർക്കും. വേൾഡ് കപ്പ് ഡെസ്ക് 24. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി വൈഭവ് സൂര്യവംശി. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിലാണ് വൈഭവിന്റെ അരങ്ങേറ്റം. ഇതോടെ സച്ചിന്റെ റെക്കോർഡും വൈഭവ് മറികടന്നു. ബീഹാറിൽ നിന്നുള്ള 15-കാരനായ വൈഭവ് സൂര്യവംശി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ തുടക്കക്കാരനായി മാറി. ഇംഗ്ലണ്ടിനെതിരായ 2ാം T20 പരമ്പരയിലാണ് വൈഭവിന്റെ അരങ്ങേറ്റം. വൈഭവ് സൂര്യവംശിക്ക് ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് അരങ്ങേറ്റ ക്യാപ്പ് സമ്മാനിച്ച് പാതയൊരുക്കി തിലക് വർമ്മ. സഞ്ജു സാംസണിന് പകരക്കാരനായി പ്ലേയിംഗ് 11-ൽ ഇടം പിടിച്ച താരം അഭിഷേക് ശർമ്മയ്ക്കൊപ്പമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഇതോടെ ഇതിഹാസ താരം സച്ചിന്റെ റെക്കോർഡാണ് വൈഭവ് മറികടന്നത്. 1989-ൽ കറാച്ചിയിൽ പാകിസ്ഥാനെതിരായ ടെസ്റ്റ് മത്സരത്തിലൂടെ സച്ചിൻ അരങ്ങേറ്റം കുറിക്കുമ്പോൾ 16 വയസ്സും 205 ദിവസവുമായിരുന്നു പ്രായമെങ്കിൽ സൂര്യവംശിക്ക് 15 വയസ്സും 99 ദിവസവുമാണ് പ്രായം. 1989-ൽ PTV ചാനലിലെ മങ്ങിയ തത്സമയ ദൃശ്യങ്ങളിലൂടെയാണ് സച്ചിന്റെ ആദ്യ അന്താരാഷ്ട്ര മത്സരം ലോകം കണ്ടതെങ്കിൽ തന്റെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന 4K ക്യാമറകളുടെ നടുവിലേക്കാണ് വൈഭവ് നടന്നു നീങ്ങിയത്. പക്ഷേ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്ത സൂര്യവംശി ആദ്യ മത്സരത്തിൽ തന്നെ 2 സിക്സറുകൾ നേടിയെങ്കിലും പ്രതീക്ഷിച്ചത്ര മത്സരം കാഴ്ചവെക്കാനായില്ല. മത്സരത്തിൽ ഇന്ത്യയെ തകർത്ത് 191 റൺസോടെ ഇംഗ്ലണ്ട് ജയിച്ചു. സ്പോർട്സ് ഡെസ്ക് 24. പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷാവിധി നാളെ. കേസിന്റെ അന്തിമവാദം പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നാളിൽ പൂർത്തിയായി. 2025 ജനുവരി 27-നാണ് കേസിലെ ഏക പ്രതിയായ ചെന്താമര ഇരട്ട കൊലപാതകം നടത്തിയത്. പോത്തുണ്ടിയിൽ അയൽവാസികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 2019-ൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ പരോളിലിറങ്ങിയപ്പോഴാണ് ചെന്താമര ഇരട്ട കൊലപാതകം നടത്തിയത്. സജിത വധക്കേസിൽ കഴിഞ്ഞ വർഷം ഇതേ കോടതി ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചിരുന്നു. കുടുംബം വിട്ടുപോയതിന് കാരണം സജിതയും കുടുംബവുമാണെന്ന വിചാരത്തിലാണ് കൊലപാതകം നടത്തിയത്. പ്രോസിക്യൂഷൻ 81-ലധികം സാക്ഷികളെ വിസ്തരിച്ച കേസിൽ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് നാളെ വിധി പറയും. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി മലപ്പുറം തിരുനാവായ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. നഗരകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന MCFലെ അസൗകര്യം മൂലമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ വലയുന്നത്. മാലിന്യം വേർതിരിക്കാനോ ഭക്ഷണം കഴിക്കാനോ സ്ഥലമില്ല എന്ന് മാത്രമല്ല, നല്ലൊരു ശുചിമുറി പോലും ഇവർക്കില്ല. തിരുനാവായ പഞ്ചായത്തിലെ 24 വാർഡുകളിലായി 35 ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. അവർ ജോലി ചെയ്യുന്ന സ്ഥലമാണിത്. മഴ പെയ്താൽ നനയും. ഭക്ഷണം കഴിക്കാനോ ഒന്നിരിക്കാനോ സ്ഥലമില്ല. സമീപത്തുള്ള ലോഡ്ജിൻ്റെ പടിക്കെട്ടിലിരുന്നാണ് ഇവർ ഭക്ഷണം കഴിക്കാറ്. ശുചിമുറിയിലാണെങ്കിൽ വെള്ളമില്ലാതായിട്ട് 1 മാസം. 30-35 ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഇടമാണ് ഇവിടെ. പക്ഷേ അത്രയും ആൾക്കാർ ഇവിടെ ഇരുന്ന് ചെയ്യാനുള്ളൊരു സംവിധാനം ഇല്ല. ഇതിൻ്റെ ഉള്ളിലും പറ്റില്ല ഇരിക്കാൻ. പുറത്താണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ഥലം ഇതിവിടെ കോട്ടേഴ്സ് ഇതാണ്, ലോഡ്ജാണ്. കാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ മഴ നനയാതെ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു 10 ആൾക്കെങ്കിലും ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം. നമ്മൾ ഈ വേസ്റ്റിലൊക്കെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതൊക്കെ ഒന്ന് മാറണം. മഴ പെയ്താൽ കേന്ദ്രത്തിൽ വെള്ളക്കെട്ടും ചെളിയും നിറയും. ഇതോടെ മാലിന്യങ്ങൾ വേർതിരിക്കാനും ബുദ്ധിമുട്ട്. ഞങ്ങൾ ആവശ്യം നല്ലൊരു MCF ആണ്. മഴ നനഞ്ഞിട്ട് തന്നെയാണ് ഇത് ചാക്കിലാക്കൽ. അല്ലാത്തപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തോനെ ആൾക്കാർ, ഒരു 33 ആൾക്കാരും കൂടി ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ചിലപ്പോൾ ആ കക്കൂസിൽ നിൽക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കും, അല്ലെങ്കിൽ ഇവിടെ കയറി ആ കോണിമലൊക്കെ കയറിയിട്ട് മഴ നനയാതെ നിൽക്കും. അതാണ് ഞങ്ങൾ. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്ന് ദിവസേന ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന നവാമുകുന്ദ ക്ഷേത്രത്തിന് സമീപമാണ് ഒട്ടും സൗകര്യങ്ങളില്ലാതെ MCF പ്രവർത്തിക്കുന്നത്. 24 തിരൂർ.
കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിച്ച സർക്കാർ ഉത്തരവിൽ പ്രതിപക്ഷ വിമർശനം തുടരുകയാണ്. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സർവകലാശാലകളിലെ കാവ്യവൽക്കരണ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയ വ്യക്തിയാണെന്ന ആരോപണവുമായി പുനർസംഘാടനത്തിന് പിന്നാലെ സിൻഡിക്കേറ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ട CPM അംഗം G മുരളീധരൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. സംഘപരിവാർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും എവിടെയാണെന്ന് ഒഴിവാക്കപ്പെട്ട മറ്റൊരു CPM അംഗം ഡോക്ടർ ഷിജു ഖാനും ചോദിച്ചു. ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലയുടെ ചാൻസലറായി വന്ന ശേഷം ഈ കേരളത്തിലെ കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും കൊടുത്ത ആളാണ് ഈ നോമിനേഷനിൽ ഒന്നാമത്തെ പേരുകാരൻ. സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് കൃത്യമായി മൊബൈൽ ഫോണിലൂടെ പകർന്നു കൊടുക്കുന്ന ആളെ തന്നെ ഇതിൻ്റെ നേതൃത്വമായി വെച്ചത് നമുക്ക് കാണുമ്പോൾ അറിയാൻ കഴിയും എന്താണ് UDFും RSS തമ്മിൽ ഡീലെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇവിടെ താൽക്കാലിക വൈസ് ചാൻസലർ ഉണ്ടല്ലോ, അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.